എല്ലാവർക്കും സ്വാഗതം. ജൂനിയർ സയൻറ്റിഫിക് അസിസ്റ്റൻറ്റ് സിലബസിലെ റിപ്പയർ ഓഫ് ന്യൂക്ലിക് ആസിഡ് ആണ് ഇന്നത്തെ നമ്മുടെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. മ്യൂട്ടേഷൻ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. എൻവയോൺമെൻറ്റ് ഫാക്ടേഴ്സും DNA റെപ്ലിക്കേഷനിലൂടെയും മ്യൂട്ടേഷൻ സംഭവിക്കും. അങ്ങനെ മ്യൂട്ടേറ്റഡ് ആയ ഏരിയ ഐഡൻറ്റിഫൈ ചെയ്ത് അതിനെ റിപ്പയർ ചെയ്യുന്ന മെക്കാനിസമാണ് ഇന്ന് നമ്മൾ നോക്കുന്നത്. DNA റിപ്പയർ രണ്ട് രീതിയിലാണ്, എക്സിഷൻ റിപ്പയറും മിസ്മാച്ച് റിപ്പയറും. അതിൽ എക്സിഷൻ റിപ്പയർ തന്നെ രണ്ട് രീതിയിലുണ്ട്, ബേസ് എക്സിഷൻ റിപ്പയറും ന്യൂക്ലിയോടൈഡ് എക്സിഷൻ റിപ്പയർ. അത് ഡീറ്റെയിൽ ആയിട്ട് തന്നെ മനസ്സിലാക്കാം. DNA സ്ട്രാൻഡിലേക്ക് ഓൾട്ടേർഡ് ഓർ മോഡിഫൈഡ് ബേസസ് അറ്റാച്ച് ആവുന്നതിനെ എൻസൈംസിൻ്റെ സഹായത്തോടെ ഐഡൻറ്റിഫൈ ചെയ്ത് അതിനെ റിമൂവ് ചെയ്യുന്ന മെക്കാനിസമാണ് എക്സിഷൻ റിപ്പയർ. DNA-യിൽ മോഡിഫൈഡ് ബേസസ് വന്ന് അറ്റാച്ച് ആവുന്നത് ഓക്സിഡേഷൻ മൂലമോ ആൽക്കൈലേഷൻ, ഡീഅമിനേഷൻ തുടങ്ങിയ മെത്തേഡ്സിലൂടെയാണ്. ഇതെല്ലാം നൈട്രജനസ് ബേസിൽ മാറ്റം വരുത്തുകയും അങ്ങനെ ഒരു മോഡിഫൈഡ് ബേസ് ആയിരിക്കും കോംപ്ലിമെൻ്ററി സ്ട്രാൻഡുമായിട്ട് പെയറിങ് ചെയ്യുന്നത്. അപ്പോൾ അവിടെ ഒരു മ്യൂട്ടേഷന് കാരണമാവുകയാണ്. ഇതിനെ റിപ്പയർ ചെയ്യുന്ന മെക്കാനിസമാണ് എക്സിഷൻ റിപ്പയർ. ഇങ്ങനെ മ്യൂട്ടേഷൻ സംഭവിക്കുന്നത്, അതായത് ആൾട്ടേർഡ് ബേസിനെ റെക്കഗ്നൈസ് ചെയ്യുന്ന എൻസൈമാണ് DNA ഗ്ലൈക്കോസിലേസ്. അത് ഡീഅമിനേറ്റഡ് അല്ലെങ്കിൽ ഓക്സിഡൈസ്ഡ് ബേസിനെ റെക്കഗ്നൈസ് ചെയ്യുകയും DNA സ്ട്രാൻഡിൽ നിന്ന് അതിനെ എടുത്തു മാറ്റുകയും ചെയ്യും. അതിൻ്റെ ഫലമായിട്ട് ആ ന്യൂക്ലിയോടൈഡിൽ ഒരു ബേസ് മിസ്സിംഗ് ആയിട്ട് കാണും. ഈ സൈറ്റിനെയാണ് എബേസിക് സൈറ്റ് അഥവാ എ പ്യൂരിനിക് ഓർ എ പിരിമിഡിനിക് സൈറ്റ് എന്ന് പറയുന്നു. ഇതാണ് AP സൈറ്റ്. അവിടെ ഒരു പ്യൂരിനോ പിരിമിഡിനോ വന്ന് അറ്റാച്ച് ആവേണ്ടതാണ്. ആ സൈറ്റാണ് AP സൈറ്റ്. എ പ്യൂരിനിക് ഓർ എ പിരിമിഡിക് സൈറ്റാണ് ഇത്. സ്പെസിഫിക് എൻസൈമായ AP എൻഡോന്യൂക്ലിയേഴ്സ് ഈ സൈറ്റിനെ ഡിറ്റക്റ്റ് ചെയ്യുകയും അവിടെ അതിനോട് ചേർന്ന ഷുഗർ ഫോസ്ഫേറ്റ് ഗ്രൂപ്പിനെ റിമൂവ് ചെയ്യുകയും ചെയ്യുന്നു. അങ്ങനെ അവിടെ ഒരു ഗ്യാപ്പ് ഫോം ചെയ്യുന്നു. പിന്നീട് DNA പോളിമറൈസ് എൻസൈമാണ് ഈ ഗ്യാപ്പ് ഫില്ല് ചെയ്ത് കറക്റ്റ് ന്യൂക്ലിയോടൈഡ് കോംപ്ലിമെൻ്ററി സ്ട്രാൻഡിന് ചേരുന്ന രീതിയിൽ ജോയിൻ ചെയ്യിക്കുന്നത്. അങ്ങനെ കറക്റ്റ് ബേസ് പെയർ അറ്റാച്ച് ചെയ്തതിന് ശേഷം പുതുതായിട്ട് ഫോം ചെയ്ത ഭാഗവും തൊട്ട് അടുത്ത് നിൽക്കുന്ന ന്യൂക്ലിയോടൈഡും തമ്മിൽ ഒരു ഗ്യാപ്പ് ഉണ്ടായിരിക്കും. ആ ഗ്യാപ്പിനെയാണ് നിക്ക് എന്ന് പറയുന്നത്. ആ ഭാഗം DNA ലൈഗേസ് എൻസൈം വന്ന് ജോയിൻ ചെയ്യിക്കുന്നു. ഇങ്ങനെയാണ് അവിടെ ഉണ്ടായ മ്യൂട്ടേഷൻ കറക്റ്റ് ചെയ്യുന്നത്. ഇങ്ങനെ ഉണ്ടായ എക്സിഷൻ റിപ്പയറിനെയാണ് ബേസ് എക്സിഷൻ റിപ്പയർ എന്ന് പറയുന്നത്. പിക്ചറിൻ്റെ സഹായത്തോടെ ഒന്നുകൂടെ മനസ്സിലാക്കാം. ഇവിടെ ഡബിൾ സ്റ്റാൻഡേർഡ് DNA കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഡീഅമിനേറ്റഡ് സൈറ്റോസിനാണ് വന്നിരിക്കുന്നത്. കറക്റ്റ് ഗ്വാനിനായിട്ട് സൈറ്റോസിനാണ് വരേണ്ടത്. പക്ഷേ ആ സൈറ്റോസിൻ്റെ ഏരിയ ഡീഅമിനേഷൻ സംഭവിച്ച് അതിന് പകരമായിട്ട് അവിടെ യുറാസിൽ ഫോം ചെയ്തിരിക്കുന്നു. അങ്ങനെ അവിടെ ബേസ് പെയർ കറക്റ്റ് അല്ലാതെയാണ് വന്നത്. അതുകൊണ്ട് തന്നെ അത് മ്യൂട്ടേഷനാണ്. അതിനെ റിപ്പയർ ചെയ്യുകയാണ് ചെയ്യേണ്ടത്. ആദ്യം DNA ഗ്ലൈക്കോസിലേസ് എൻസൈം ആ മോഡിഫൈഡ് ബേസിനെ ഐഡൻറ്റിഫൈ ചെയ്യുകയും അതിനെ റിമൂവ് ചെയ്യുകയും ചെയ്യുന്നു. യുറാസിലിനെ എക്സിഷൻ ചെയ്യുന്നു. അങ്ങനെ യുറാസിൽ അവിടുന്ന് റിമൂവായി. ആ സൈറ്റാണ് AP സൈറ്റ്. പിന്നീട് AP എൻഡോന്യൂക്ലിയസും ഫോസ്ഫോ ഡൈഎസ്ട്രേസും അവിടെ ഉണ്ടായ ഷുഗർ ഫോസ്ഫേറ്റ് ഗ്രൂപ്പിനെ റിമൂവ് ചെയ്യുന്നു. അങ്ങനെ ന്യൂക്ലിയോടൈഡ് അവിടെ മിസ്സായി കാണുന്നു. പിന്നെ DNA പോളിമറൈസ് എൻസൈമാണ് കറക്റ്റ് ന്യൂക്ലിയോടൈഡിനെ അറ്റാച്ച് ചെയ്യുന്നത്. സൈറ്റ് റിപ്പയർ ചെയ്യുന്നു. പിന്നീട് DNA ലൈഗേസ് നിക്ക് ജോയിൻ ചെയ്യിക്കുന്നു. ഇതാണ് ബേസ് എക്സിഷൻ റിപ്പയർ. അടുത്ത എക്സിഷൻ റിപ്പയർ ആണ് ന്യൂക്ലിയോടൈഡ് എക്സിഷൻ റിപ്പയർ. നേരത്തെ കണ്ട പോലെ ഒരു ബേസിനെ അല്ല എക്സിഷൻ ചെയ്യേണ്ടത്. ഇവിടെ ഒരു ലാർജർ പോർഷനാണ് ആൾട്ടർ ആവുന്നത്. അതിന് എക്സാമ്പിളാണ് റിപ്പയർ ഓഫ് ഡാമേജ് ഫോംഡ് ബൈ തൈമിൻ ഡൈമർ. തൈമിൻ ഡൈമർ ഫോം ചെയ്ത് DNA സ്ട്രാൻഡിൽ ഡാമേജ് ചെയ്തിരിക്കുന്നു. ഈ ഡൈമർ ഫോം ചെയ്യാനുള്ള കാരണം അൾട്രാവയലറ്റ് റേസ് കാരണം അവിടെ ഫോട്ടോകെമിക്കൽ റിയാക്ഷൻ സംഭവിക്കുകയും അങ്ങനെ
അടുത്തടുത്ത് നിൽക്കുന്ന 2 തൈമിൻ ന്യൂക്ലിയോടൈഡ്സിൻ്റെ കാർബൺസ് തമ്മിൽ ഒരു കോവാലന്റ് ലിങ്കേജ് ഫോം ചെയ്യുകയും അതൊരു ഡൈമറായിട്ട് മാറുകയും ചെയ്യുന്നു. ഈ തൈമിൻ ഡൈമറാണ് മ്യൂട്ടേഷന് കാരണമാകുന്നത്. ഇങ്ങനെ ഡൈമർ ഫോം ചെയ്യുകയാണെങ്കിൽ അത് റെപ്ലിക്കേഷനെയും അതുപോലെ ട്രാൻസ്ക്രിപ്ഷനെയും ഒക്കെ ബ്ലോക്ക് ചെയ്യുന്നു. അങ്ങനെ റെപ്ലിക്കേഷനും ട്രാൻസ്ക്രിപ്ഷനും ഒന്നും നടക്കാതെ ആയാൽ സെൽ ഡിവിഷൻ്റെ സമയത്ത് അത് ബുദ്ധിമുട്ടാകും. അതുപോലെ പ്രോട്ടീൻ സിന്തസിസ് നടക്കുകയുമില്ല. അതിനാൽ തന്നെ സെല്ലിൻ്റെ ഫങ്ഷൻസും നോർമലായിട്ടായിരിക്കില്ല സംഭവിക്കുന്നത്. അതുകൊണ്ട് ഇങ്ങനെയുള്ള ഡാമേജും പെട്ടെന്ന് തന്നെ മാറ്റേണ്ടതാണ്. എന്നാൽ ബേസ് റിപ്പയർ പോലെയല്ല ഇത് കുറച്ച് കോംപ്ലക്സ് ഡാമേജ് ആണ്. അതുകൊണ്ട് തന്നെ എൻസൈമിൻ്റെ സഹായം മാത്രം പോരാ, പ്രോട്ടീൻ്റെ ഹെൽപ്പും കൂടെ ഇത്തരത്തിലുള്ള ഡാമേജ് റിപ്പയർ ചെയ്യാൻ വേണ്ടിവരും. 3 പ്രോട്ടീനാണ് ഇതിനായിട്ട് സഹായിക്കുന്നത്. UVR പ്രോട്ടീൻസ്. UVR എന്ന് പറഞ്ഞാൽ അൾട്രാ വയലറ്റ് റിപ്പയർ. UVRA, UVRB ആൻഡ് UVRC പ്രോട്ടീൻസ് ആണ് ന്യൂക്ലിയോടൈഡ് എക്സിഷൻ റിപ്പയറിൽ ഭാഗമാകുന്നത്. ഇനിയുള്ള ഭാഗം പിക്ചറിൻ്റെ സഹായത്തോടെ മനസ്സിലാക്കാം. DNA സ്ട്രാൻഡ് കാണിച്ചിട്ടുണ്ട്. ഈ ഭാഗത്താണ് ഡാമേജ് സംഭവിച്ചിരിക്കുന്നത്. UVRൻ്റെ ട്രൈമർ പ്രോട്ടീന് അറ്റാച്ച് ആവാൻ വരുന്നുണ്ട്. 2 യൂണിറ്റ് UVRAയും 1 യൂണിറ്റ് UVRBയുമാണ് ഡാമേജ്ഡ് DNAയിൽ അറ്റാച്ച് ആവുന്നത്. അതിനുശേഷം ഡാമേജ് ആയ സ്ഥലത്ത് എനർജി യൂസ് ചെയ്ത് ബെൻഡിങ് സംഭവിക്കുന്നു. പിന്നീട് UVRA ഡൈമർ റിലീസാവുന്നു. അതിനുശേഷം UVRC പ്രോട്ടീന് UVRBയുമായിട്ട് കോംപ്ലക്സ് ഫോം ചെയ്യുന്നു. അത് ബെൻഡായി നിൽക്കുന്ന DNA സ്ട്രാൻഡിൽ ക്ലീവേജ് ഉണ്ടാക്കുന്നു. അപ്സ്ട്രീമിൽ 8 ന്യൂക്ലിയോടൈഡ്സ് വരെയും ഡൗൺ സ്ട്രീമിലേക്ക് ഒരു 4 to 5 ന്യൂക്ലിയോടൈഡ്സ് വരെയും ക്ലീവേജ് ചെയ്യുന്നു. അങ്ങനെ ടോട്ടൽ 12 ന്യൂക്ലിയോടൈഡ്സ് വരെയെങ്കിലും ക്ലീവേജ് ഏരിയ വന്നിട്ടുണ്ട്. അത്രയും ഭാഗത്തെ UVRD ഹെലിക്കേസ് റിലീസ് ചെയ്യുന്നു. അങ്ങനെ ആ ഭാഗത്തൊരു ഗ്യാപ്പ് ഫോം ചെയ്യുന്നു. UVRB റിലീസായിട്ട് DNA പോളിമറൈസ് 1 അറ്റാച്ചായി അവിടെ ഗ്യാപ്പ് ഫില്ല് ചെയ്യുന്നു. കറക്റ്റ് ന്യൂക്ലിയോടൈഡ്സ് അവിടെ അറ്റാച്ച് ചെയ്ത് DNA പോളിമറൈസ് എൻസൈം ആ ഗ്യാപ്പ് ഫില്ല് ചെയ്യുന്നു. അതിനുശേഷം ഇടയിലുള്ള നിക്ക് DNA ലൈഗേസ് എൻസൈം സീൽ ചെയ്യുന്നു. അങ്ങനെ DNA ഡാമേജ് റിപ്പയർ ചെയ്യുകയാണ് ന്യൂക്ലിയോടൈഡ് എക്സിഷൻ റിപ്പയർ മെക്കാനിസത്തിലൂടെ. ലാസ്റ്റ് ടൈപ്പ് റിപ്പയർ ആണ് മിസ്മാച്ച് റിപ്പയർ. മിസ്മാച്ച് എന്ന് പറയുമ്പോൾ തന്നെ അറിയാം, കറക്റ്റായിട്ടല്ല കോംപ്ലിമെൻ്ററി ബേസ് പെയറിംഗ് വന്നിരിക്കുന്നത്. ഇത് DNA റെപ്ലിക്കേഷൻ്റെ സമയത്താണ് വരുന്നത്. റോങ് ന്യൂക്ലിയോടൈഡിനെ അറ്റാച്ച് ചെയ്യുന്നു. ഇവിടെ 4 പ്രോട്ടീനാണ് ഈ ഒരു മ്യൂട്ടേഷനെ കറക്റ്റ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നത്. മ്യൂട്ട് H, മ്യൂട്ട് L, മ്യൂട്ട് S ആൻഡ് മ്യൂട്ട് T എന്നീ 4 പ്രോട്ടീൻസ് ആണ് മിസ്മാച്ച് റിപ്പയറിൽ സഹായിക്കുന്നത്. മിസ്മാച്ച് റിപ്പയറിംഗ് ആണ് DNA റെപ്ലിക്കേഷൻ്റെ സമയത്ത് പ്രൂഫ് റീഡിങ്ങിനും സഹായകരമാകുന്നത്. ഒരു മിസ്മാച്ച് ഐഡൻറ്റിഫൈ ചെയ്യുന്നത് മ്യൂട്ട് S എന്ന പ്രോട്ടീനാണ്. അതുകൊണ്ട് മ്യൂട്ട് S പ്രോട്ടീനെ മിസ്മാച്ച് റെക്കഗ്നീഷൻ പ്രോട്ടീൻ എന്നും പറയുന്നുണ്ട്. മ്യൂട്ട് S ആണ് അവിടെ ഒരു മിസ്മാച്ച് ഫോം ചെയ്തിരിക്കുന്നത്, റെക്കഗ്നൈസ് ചെയ്യുന്നത്. അതുകൊണ്ട് മ്യൂട്ട് Sനെ മിസ്മാച്ച് റെക്കഗ്നീഷൻ പ്രോട്ടീൻ എന്നും പറയുന്നു. മ്യൂട്ട് S ഡൈമറായിട്ട് ഫോം ചെയ്ത് മിസ്മാച്ച് സംഭവിച്ചിരിക്കുന്നതിൻ്റെ ഭാഗത്തായിട്ട് അറ്റാച്ച് ആവുന്നു. പിന്നീട് മ്യൂട്ട് Lഉം ഡൈമർ ഫോം ചെയ്ത് മ്യൂട്ട് S ഡൈമറിലേക്ക് വന്ന് അറ്റാച്ച് ആവുന്നു. ആദ്യം മ്യൂട്ട് S ഡൈമറായിട്ട് വന്ന് മ്യൂട്ട് Lലേക്ക് അറ്റാച്ച് ആവുന്നു. അങ്ങനെ ആദ്യം മ്യൂട്ട് Sഉം മ്യൂട്ട് Lഉം തമ്മിലാണ് കോംപ്ലക്സ് ഫോം ചെയ്തിരിക്കുന്നത്. പിന്നീട് ഈ ഒരു കോംപ്ലക്സിലേക്ക് മ്യൂട്ട് Hഉം വന്ന് അവിടെ ഒരു കോംപ്ലക്സ് ഫോർമേഷൻ നടക്കുന്നു. ഇങ്ങനെ മ്യൂട്ട് Sഉം മ്യൂട്ട് Lഉം ഡൈമറും മ്യൂട്ട് H സിംഗിളായിട്ടും വന്ന് ഒരു കോംപ്ലക്സ് ഫോർമേഷൻ സംഭവിച്ചിരിക്കുന്നു. മ്യൂട്ട് Hന് എൻഡോന്യൂക്ലിയസ് പ്രോപ്പർട്ടിയും കൂടെ ഉണ്ട്. അങ്ങനെ മ്യൂട്ട് Hൻ്റെ എൻഡോന്യൂക്ലിയസ് ആക്ടിവിറ്റി DNA സ്ട്രാൻഡിനെ 5' എൻഡിലോ
3' എൻഡിലോ ബ്രേക്ക് ചെയ്യിക്കുന്നു. ഏകദേശം ഒരു 1000 ന്യൂക്ലിയോറ്റൈഡ് ഏരിയയെങ്കിലും മ്യൂട്ടേറ്റ് എൻഡോന്യൂക്ലിയസ് എൻസൈം ബ്രേക്ക് ചെയ്യിക്കുന്നു. മ്യൂട്ടേറ്റിനെ ആക്ടിവേറ്റ് ചെയ്യുന്നത് മ്യൂട്ട് എൽ പ്രോട്ടീനാണ്. മിസ്മാച്ച് റെക്കഗ്നൈസ് ചെയ്തിരിക്കുന്ന അത്രയും ഏരിയ റിമൂവ് ആയതിനു ശേഷം DNA പോളിമറേസ് എൻസൈം ഗ്യാപ്പ് ഫില്ല് ചെയ്യുന്നു. DNA ലൈഗേസ് എൻസൈം നിക് ജോയിൻ ചെയ്യുന്നു. ഇതും ഒരു പിക്ചറിന്റെ സഹായത്തോടെ മനസ്സിലാക്കാം. 2 സ്ട്രാൻഡ്സ് കൊടുത്തിട്ടുണ്ട്. ഒരു സ്ട്രാൻഡ് മീഥൈലേറ്റഡ് പാരന്റൽ DNA-യും അടുത്ത സ്ട്രാൻഡ് ന്യൂലി സിന്തസൈസ്ഡ് DNA സ്ട്രാൻഡുമാണ്. റെപ്ലിക്കേഷൻ ടൈമിൽ പാരന്റ് DNA മീഥൈലേറ്റഡ് ആയിരിക്കും. CH3 അഡിനിനുമായിട്ട് മീഥൈലേഷൻ നടന്നിട്ടുള്ളതായിരിക്കും പാരന്റൽ സ്ട്രാൻഡ്. ഡോട്ടർ സ്ട്രാൻഡ് ആണെങ്കിൽ മീഥൈലേറ്റഡ് ആയിരിക്കില്ല. അങ്ങനെ മ്യൂട്ടെസ് DNA സീക്വൻസിനെ സ്കാൻ ചെയ്ത് മിസ്മാച്ച്ഡ് ബേസസ് റെക്കഗ്നൈസ് ചെയ്യുന്നു. മിസ്മാച്ച് വന്നിരിക്കുന്നത് ന്യൂലി സിന്തസൈസ്ഡ് സ്ട്രാൻഡിലാണല്ലോ. റെപ്ലിക്കേഷന്റെ സമയത്താണ് മിസ്മാച്ച് വന്നിരിക്കുന്നത്. അതുകൊണ്ട് ഡോട്ടർ സ്ട്രാൻഡിലാണ് മിസ്മാച്ച് കാണുന്നത്. അത് മ്യൂട്ടെസ് റെക്കഗ്നൈസ് ചെയ്യുന്നു. മ്യൂട്ടെച്ച് മീഥൈലേറ്റഡ് അഡിനിനുമായിട്ട് ബൈൻഡ് ആവുന്നു. മ്യൂട്ടെച്ചിന്റെ എൻഡോന്യൂക്ലിയസ് ആക്ടിവിറ്റി കാരണം 5' എൻഡിലും 3' എൻഡിലും 1000 ന്യൂക്ലിയോറ്റൈഡ് വരെ ബ്രേക്ക് ചെയ്യുന്നു. അതിനുശേഷം എക്സോന്യൂക്ലിയസ് എൻസൈം അൺബൈൻഡ് ആയിരിക്കുന്ന ബ്രേക്ക് ആയിരിക്കുന്ന ആ പോർഷൻ ഉണ്ടല്ലോ, അതിനെ എക്സോന്യൂക്ലിയസ് എൻസൈം വന്ന് റിമൂവ് ചെയ്യുന്നു. ന്യൂലി സിന്തസൈസ്ഡ് സ്ട്രാൻഡിന്റെ ഷോർട്ട് സെഗ്മെന്റ് ആണ് എക്സോന്യൂക്ലിയസ് എൻസൈം റിലീസ് ചെയ്തിരിക്കുന്നത്. അങ്ങനെ അത്രയും ഭാഗത്ത് ഒരു ഗ്യാപ്പ് ഫോം ചെയ്തു. പിന്നീട് DNA പോളിമറേസ് എക്സിസ്റ്റ് ആയ DNA റീജിയൻ റീസിന്തസൈസ് ചെയ്യുന്നു. DNA ലൈഗേസ് നിക് ഏരിയ സീൽ ചെയ്യുന്നു. ഇതാണ് മിസ്മാച്ച് റിപ്പയർ മെക്കാനിസം. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള DNA റിപ്പയർ മെക്കാനിസമാണ് ഇന്ന് നമ്മൾ കണ്ടത്. അപ്പോൾ അടുത്ത ക്ലാസ്സുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. നന്നായിട്ട് തന്നെ പഠിച്ചു പോവുക. നിങ്ങൾക്കറിയാം നമുക്ക് സമയം വളരെ കുറവാണ്. അതുകൊണ്ട് ഡെയിലി റിവൈസ് ചെയ്ത് തന്നെ പോവുക. കാരണം നിങ്ങൾക്ക് ഇനി എക്സ്ട്രാ റിവിഷന് വേണ്ടിയിട്ട് ഒരു ടൈം കിട്ടില്ല. അപ്പോൾ വീണ്ടും കാണാം. താങ്ക്